ഹലോ ഗൈസ്, ഇപ്പോൾ ഞാനും എൻ്റെ കട്ട ഫ്രണ്ടായ ഫർഷിയും കൂടി അവരുടെ മക്കളും എൻ്റെ ഒരു മോളും കൂടി ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ, അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. ഇതാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിലേക്ക്. അപ്പോൾ നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടോ. അങ്ങനെ കയറിയപ്പോഴോ അവിടെ ടിക്കറ്റ് എത്ര വെച്ചാൽ 350 ഉണ്ട്, അതുപോലെ 250 ഉണ്ട്. നമ്മൾ 250 ആട്ടോ എടുത്തത്. നമ്മൾ 4 ആൾക്കാർക്ക് ടിക്കറ്റ് വേണം. എൻ്റെ മോൾക്ക് മാത്രം ടിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടോ, കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട്. അവിടെ അടിപൊളി. അങ്ങനെ ഈ പാർക്കിൽ ഒരുപാട് ബ്ലോഗേഴ്സുകളൊക്കെ വന്നിട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് വന്നപ്പോൾ ഉണ്ടായാലും ഒരു പൂച്ച നാഫിക്ക് ഒരു തോണുണ്ട് കേട്ടോ. എന്താ പോകുന്നു 10 തേഞ്ഞിക്കണം. 10 തേഞ്ഞൊരു പെണ്ണാണ് ഗെയ്സ് നിൽക്കുന്നത്. എന്താ ചെയ്യുക? ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ എന്താ വെച്ചാൽ അവിടെ കുറച്ചും കൂടി നടന്നപ്പോൾ അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു കിണർ പോലത്തെ. അതിലാണെങ്കിൽ നിറച്ച് മീനുകളാണ് കേട്ടോ, അടിപൊളി മീനാണ് കേട്ടോ. അതിനുള്ളിലുള്ള ഒരു പേരെനിക്കറിയില്ല, എന്നാലും നിങ്ങൾ പറയട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്നിട്ടോ. വർഷി നല്ല കഥയിലാണ്. വർഷിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തതിന് ഇതാണ് കേട്ടോ. അങ്ങനെ വിളിച്ച് ഞാൻ വന്നിക്കാണ്. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് മീനിൻ്റെ നോക്കി ഒരുപാട് നേരം നിന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫിഷ് സ്പാ. മീൻ്റെ പേരറിയില്ല, പക്ഷെ നല്ല സുഖമുണ്ട്. എന്താ സുഖം. നെഗറ്റീവ് പറയണ ഒന്നും പറയണ്ട മക്കളെ. പെരിന്തൽമണ്ണ അടുത്തതായിട്ട് നമ്മൾ പോണത് ഈ ഒരു ഭാഗം അടിപൊളിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ മണ്ണുകൊണ്ട് ചട്ടി, പിന്നെ കലക, ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കാണാനായിട്ട് പോയത്. പിന്നെ അവിടെ എന്താ വെച്ചാൽ ഫർഷിനെ പോലത്തെ ഒരാളുണ്ടേനു, ഒട്ടകം. പിന്നെ അതുപോലെ കുറേ പക്ഷികളുണ്ടേനും. അതുപോലെ ഫർഷിൻ്റെ പോലെ തന്നെ നീണ്ടിട്ടുള്ളൊരു സാധനം അവിടെ കിടപ്പുണ്ടായിരുന്നു, അതാണ് ഫർഷി. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കണ്ടത് ഒട്ടകത്തിനാണ് കേട്ടോ. ഒട്ടകം വീണ്ടും വീണ്ടും ഇങ്ങനെ കാണാൻ പോയി. പിന്നെ പാത്തുനും അതുപോലെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുത്തു. പിന്നെ നമ്മൾ പോകുന്നത് ആടിൻ്റെ. ഇവളെ പോലത്തെ ഒന്നുണ്ട്. എന്ത് അങ്ങോട്ട് കാണേ. എന്ത് പാത്തോ? ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു. നിങ്ങളായിരുന്നത് നാഫിദാ കട്ടായിട്ട് എടുക്കണം. അങ്ങനെയാണ് ഗൈസ്. പത്ത് കയറി ബാരിഷ്മ കേട്ടുന്ന
ആക്രാന്തം കൊണ്ട് ഫർസി അവിടെ വീണോ. ഇവിടെ ഇന്നെ കേറ്റിച്ചതാ. എന്ത് എന്ത് ആ പോ അങ്ങോട്ട് കാണേ. എന്ത് പാത്തോ? ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു. കുറച്ചിനെ പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊന്ന്. ഇങ്ങോട്ട് പാത്തോ ഇതിൽ കയറാ. ഓനത് ശീലാണ്, പ്രശ്നമില്ലാത്ത ആളാ. ഓന് ബേർഡ്സിനെ ഷായിലവിടെ ബാക്കിലാ ലാലു ബാത്റൂം കഴിഞ്ഞ അപ്പൊ കൈ വെച്ചോക്ക പത്ത് ഇതേപോലെ കൈ വെച്ചോക്ക. കൈ വെക്ക് കൈ വെക്ക്. പണിക്ക് പേടില്ലേ? നമ്മളിതിൽ എന്താ പെട്ട് 4 ഉണ്ട്. വായിച്ചു നോക്കി ഇങ്ങോട്ട് നോക്കിക്കേ പൊന്ന. ബോധിക്ക് കേട്ടാനാ പാത്തോ പാത്തോ ഇറങ്ങല്ലേ. ഇന്റെ വീടുണ്ട് കേട്ടോ. മിനിമോന് ചവിട്ട് വന്ന് ഇടിക്കോ. ഇങ്ങോട്ട് നോക്കിക്കേ പൊന്നു, ഇങ്ങോട്ട് നോക്കിക്കേ പൊന്നു, ഇങ്ങോട്ട് നോക്കി. കടി തിന്ന തിന്ന തിന്നണോന്ന് തിന്ന്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? അയ്യോ ആഞ്ഞു മതി. ഇനി മതി. ഇങ്ങോട്ട് ഇറങ്ങിക്കൂടി പഠിച്ചോനെ. ഇങ്ങോട്ട് ഇറങ്ങിക്കൂടി പാത്തോ. തിരിച്ചട്ടി കേറി വാ. കേറ്. മിനി കൂപ്പർ മുതൽ ബെൻസ് നമ്മളവിടെ ഇറങ്ങിയിട്ട് ബാക്കി പറഞ്ഞില്ല. പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി അടിപൊളി ഫുഡ് കഴിച്ചു. ഒരു മന്തി, പിരിപിരി അൽഫാമോ, അവിടെ കുട്ടികൾക്ക് 3 ആൾക്കും ഷവർമ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട് ഇനോ? പിന്നെ ഇത്
ബ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.